ഹലോ, നെക്സ്റ്റ് സെഷൻ ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് റെവല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ആർക്ക് ലെങ്ത്തും ഇവാലുവേറ്റ് ചെയ്തു, അതുപോലെ ഏരിയയും കണ്ടെത്തി. ഒരു പോളാർ കോർഡിനേറ്റ്സിൽ തന്നിട്ടുള്ള ഒരു കർവിൻ്റെ ഏരിയ കണ്ടെത്തുന്നതും ആർക്ക് ലെങ്ത്ത് കണ്ടെത്തുന്നതും നമുക്കിപ്പോൾ അറിയാം. ഇനി ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ഒരു കർവ് പോളാർ കോർഡിനേറ്റ്സിലുള്ള r=f(θ) എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കർവ് നമ്മൾ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ റിവോൾവിങ് എബൌട്ട് ദ ഇൻഡിക്കേറ്റഡ് ലൈൻ, ഏതെങ്കിലും ഒരു ലൈൻ തന്നിരിക്കും, പോളാർ ആക്സിസ് ആയിരിക്കും, അല്ലെങ്കിൽ തീറ്റ ആംഗിൾ തന്നിട്ട് ഈ ആംഗിളിൽ നിങ്ങൾ അതിനെ റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കർവ് വരച്ചിട്ട് നമ്മൾ അതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സർഫസ് കിട്ടും. ആ സർഫസിൻ്റെ ഏരിയ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ r=f(θ) എന്ന കർവിനെ നമ്മൾ എബൌട്ട് എ ലൈൻ അതിനെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല S=2π × α to β r sin θ √dr/dθ ഹോൾ സ്ക്വയർ പ്ലസ് r² dθ. ഇത് പോളാർ ആക്സിസിന് ചുറ്റുമാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. അതല്ല θ=π/2 ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല S=2π × α to β r cos θ ആണ്. അത് മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. നേരത്തെ പോളാർ ആക്സിസിലായിരുന്നെങ്കിൽ r sin θ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ θ=π/2 ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ r cos θ √dr/dθ ഹോൾ സ്ക്വയർ പ്ലസ് r² dθ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതിനകത്ത് ഫസ്റ്റ് എക്സാമ്പിളാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫസ് ഒബ്റ്റെയിൻഡ് by revolving the circle r=cos θ about the line θ=π/2. θ=π/2 ആകുമ്പോൾ നമുക്ക് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല S=2π × α to β r cos θ √dr/dθ ഹോൾ സ്ക്വയർ പ്ലസ് r² dθ ആണ്. അപ്പോൾ അതിനെ നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവാണ്, ആ ഒരു സർഫസാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. r=cos θ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അതിനെ റിവോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് θ=π/2 ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ആ സർഫസിൻ്റെ ഷേപ്പാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി തീറ്റയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടം വരെയാണ്? തീറ്റ വേരി ചെയ്യുന്നത് 0 to π ആണ്. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷനിൽ S=2π × α to β എന്ന് പറയുമ്പോൾ 0 to π, r എന്ന് പറയുന്നത് cos θ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ cos θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos θ × cos θ √dr/dθ r=cos θ ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, cos θയുടെ ഡെറിവേറ്റീവ് sin θ ഹോൾ സ്ക്വയർ പ്ലസ് r² ദാറ്റ് ഈസ് cos θ ഹോൾ സ്ക്വയർ dθ. ഇനി അതിൻ്റെ റൂട്ടിനകത്തുള്ളത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ sin² θ പ്ലസ് cos² θ ആണ്. ആ വാല്യൂ 1 വരും. പിന്നെ റൂട്ട് എടുക്കുമ്പോൾ വീണ്ടും 1. പിന്നെ പുറത്ത് കിടക്കുന്നത്, റൂട്ടിന് പുറത്തുള്ളത്, ഇൻ്റഗ്രേഷനകത്തുള്ളതും cos² θ ആണ്. അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രലിനെ 2π × 0 to π cos² θ dθ എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി cos² θയെ ലീനിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 1 + cos 2θ / 2 എന്നെഴുതി. എന്നിട്ട് അതിന് 2 ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് π × 0 to π 1 + cos 2θ dθ. ദാറ്റ്സ് ഈക്വൽ ടു π × dθ ദാറ്റ് ഈസ് θ. പിന്നെ വരുന്നത് × 0 to π cos 2θ dθ ആണ്. cos 2θയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2θ / 2. 0 to π ലിമിറ്റ്സ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π പ്ലസ് sin 2π / 2. sin 2πയുടെ വാല്യൂ എത്ര? 0 ആണ്. അപ്പോൾ ഇതിനകത്ത് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് π മാത്രമാണ് കിട്ടുന്നത്. ഇനി ലോവർ ലിമിറ്റ് തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0 ആണ്.
പിന്നെ സൈൻ 2 തീറ്റയിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ 0 ദാറ്റ് ഈസ് ഓൾസോ 0. അപ്പോൾ വരുന്നത് പൈ ഇൻറ്റു പൈ ദാറ്റ് ഈസ് പൈ സ്ക്വയർ. അപ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ, ഈ ഗിവൺ സർഫസിൻ്റെ ഏരിയ പൈ സ്ക്വയർ ആണ്. ഓക്കെ, ഇതേ പ്രോബ്ലംസ് തന്നെ ചോദിക്കും. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഇത് തന്നെ ചിലപ്പോൾ എക്സാമിന് വരും, സോൾവ്ഡ് പ്രോബ്ലംസ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫസ് ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് ദി സർക്കിൾ r ഈക്വൽ ടു 4 cos θ എബൌട്ട് ദി പോളാർ ആക്സിസ്. എബൌട്ട് ദി പോളാർ ആക്സിസ് ആണ്. പോളാർ ആക്സിസ് ആകുമ്പോൾ നമ്മുടെ ഫോർമുല ഏതാണ്? s ഈക്വൽ ടു 2π ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ r സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് dr ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഡി തീറ്റ ആണ്. ഇനി കേർവ് നോക്കാം. 4 cos θ ആണ് തന്നിരിക്കുന്ന കേർവ്. 4 cos θ എന്ന് പറയുമ്പോൾ അത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. മാത്രമല്ല സെൻറ്റേർഡ് അറ്റ് 2 ആണ് അല്ലേ? സെൻറ്റേർഡ് അറ്റ് ആർ എന്ന സർക്കിൾ ആർ ഈക്വൽ ടു 4 cos θ എന്ന് പറയുമ്പോൾ 2ലാണ് അത് സെൻറ്റേർഡ്. ആക്സിസിൽ 2ൽ സെൻറ്റേർഡ് ആയിട്ടുള്ള സർക്കിളാണ് വരുന്നത്. ഇനി അത് സിമ്മട്രിക് ആണ്. Since the circle r equal to 4 cos θ is symmetric about the polar axis, the surface is traced once when the part of the curve above the polar axis is revolved about it. അപ്പോൾ നേരത്തെ സർക്കിളിൻ്റെ കേസിൽ, ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു പാർട്ട് 0 to π വരെയുള്ള പാർട്ട് റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തന്നെയാണ് താഴത്തെ പാർട്ടും കൂടെ റിവോൾവ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ 0 to π ആണ് അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. അതുപോലെ ഇവിടെ ഇതുപോലെ തന്നെ സിമ്മട്രിക് ആണ് ഈ സർക്കിളും വരുന്നത്. അപ്പോൾ ഇത് പോളാർ ആക്സിസിൽ നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ നേരത്തെ ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ റിവോൾവ് ചെയ്ത ആക്സിസ് വേറെ ആയിരുന്നു. തീറ്റ ഈക്വൽ ടു π/2ലാണ് അവിടെ റിവോൾവ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഗിവൺ ആക്സിസിന് സിമ്മട്രിക് ആയതുകൊണ്ട് ഒരു ഭാഗത്തുള്ള പോർഷൻ എത്രയാണോ വരുന്നത് ആ പാർട്ട് റിവോൾവ് ചെയ്താലും താഴെയുള്ളത് റിവോൾവ് ചെയ്താലും ഒക്കെ നമുക്ക് സെയിം സർഫസ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആ അപ്പർ പാർട്ടിലുള്ളത് മാത്രം റിവോൾവ് ചെയ്താൽ മതി. അപ്പോൾ ദ സർഫസ് ഈസ് ട്രേസ്ഡ് once when the part of the curve above the polar axis is revolved about it. The part of the curve above the polar axis is traced out by the point r theta as theta increases from 0 to π/2. അതായത് അപ്പോൾ ഇവിടെ തീറ്റയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 മുതൽ π/2 വരെയാണ്. ഈ പോളാർ ആക്സിസിന് മുകളിൽ വരെ ഉള്ള പോർഷൻ മാത്രമാണ് നമ്മളെടുത്തത്. തീറ്റയുടെ വേരിയേഷൻ 0 to π/2 ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/2 r ഈക്വൽ ടു 4 cos θ ആണ്. അപ്പോൾ 4 cos θ ഇൻറ്റു സൈൻ തീറ്റ റൂട്ട് ഓഫ് dr ബൈ ഡി തീറ്റ എന്ത് വരും? 4 ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ -4 സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഡി തീറ്റയാണ് 4 cos θ ഹോൾ സ്ക്വയർ. അപ്പോൾ 4 cos θ ഇൻറ്റു സൈൻ തീറ്റ, പിന്നെ റൂട്ടിനകത്ത് 16 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അതിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √16 എന്ന് പറയുമ്പോൾ 4 ആണ്. അത് ഔട്ട് സൈഡ് എടുത്ത് 2πയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് 8π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/2 4 cos θ സൈൻ തീറ്റ ഡി തീറ്റ. ഇനി 4ഉം കൂടെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇൻറ്റഗ്രേഷനകത്ത് ബാക്കി വരുന്നത് 0 to π/2 സൈൻ 2θ ഡി തീറ്റ 16π ഔട്ട് സൈഡ് കിടക്കുന്നുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 16π ഇൻറ്റു സൈൻ 2θയെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് കോസ് 2θ ഡിവൈഡഡ് ബൈ 2. ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് 0 to π/2. ഇനി ആ നെഗറ്റീവ് സൈനും കൂടെ അങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ -16π എന്ന് കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. കോസ് 2θ 2ഉം കൂടെ ഔട്ട് സൈഡ് എടുക്കാം. 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ -8π എന്ന് വരും. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ കോസ് 2π/2 അതായത് കോസ് പൈയുടെ വാല്യൂ -1 ആണ്. മൈനസ് കോസ് 0 1ഉം. അപ്പോൾ -1 എന്ന് വരും അല്ലേ? അതായത് -2. എന്നിട്ട്
-2 എന്നാണ് വരിക. ഓൾറെഡി നമുക്കൊരു നെഗറ്റീവ് ഔട്ട്സൈഡും ഉണ്ട്. അപ്പോൾ 8π ഇൻറ്റു 2 ദാറ്റ് ഈസ് 16π. ഓക്കെ, ഇതാണ് ഈ സർഫസിൻ്റെ ഈ r=4 cos θ എന്ന സർക്കിളിനെ നമ്മൾ പോളാർ ആക്സിസിൽ റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സർഫസിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രോബ്ലം കാണുമ്പോൾ ചെക്ക് ചെയ്യണം, സർഫസ് ഏരിയ ആണോ ഗിവൺ കർവിൻ്റെ ഏരിയ ആണോ അതോ സർഫസ് ഏരിയ ആണോ കണ്ടെത്താൻ പറഞ്ഞത്. സർഫസ് ഏരിയ ആണ് കാണാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇന്ന ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യണം.